അടുത്തതായിട്ട് നമ്മളൊരു ഹാർഡ്വെയർഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനകത്ത് എന്തൊക്കെ സ്റ്റെപ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു ഹാർഡ്വെയർഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ മെയിനായിട്ടും 5 കൺസിക്യൂട്ടീവ് സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഒരു ഹാർഡ്വെയർഡ് കൺട്രോൾ ഡിസൈൻ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റേറ്റ് ദ പ്രോബ്ലം, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. അതായത് നമുക്ക് കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ ചെയ്യേണ്ട എന്ത് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം സ്റ്റേറ്റ് ചെയ്യണം. ദെൻ രണ്ടാമത്തതിന് ശേഷം, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് അസ്യൂം ആൻ ഇനിഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ. ഇനീഷ്യൽ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ, അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് മീൻസ് നമുക്ക് രജിസ്റ്റേഴ്സോ ഫ്ലിപ്പ് ഫ്ലോപ്സോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഇനിഷ്യലി ആവശ്യം വരുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അൽഗോരിതം ഫോർമുലേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് ഈ ഒരു ടാസ്ക് നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു അൽഗോരിതം ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. ദെൻ അത് ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷം ഡേറ്റ പ്രോസസ്സറിൻ്റെ പാർട്ട് സ്പെസിഫൈ ചെയ്യണം. സോ സ്പെസിഫൈ ദി ഡേറ്റ പ്രോസസ്സർ പാർട്ട്, അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് ആണ് നമുക്കിവിടെ വരുന്നത് എന്നുള്ളത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യണം. ദെൻ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺട്രോൾ ലോജിക്കിനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഡിസൈൻ ദി കൺട്രോൾ ലോജിക്. ഇങ്ങനെ ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മൾ ഒരു കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യേണ്ടത്. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ നമുക്കിപ്പം അസ്യൂം ചെയ്യാം, നമുക്ക് 2 നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷനാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. 2 ഫിക്സഡ് പോയിൻറ്റ് ബൈനറി നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം ആണല്ലോ. സോ അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം നമ്മൾ എഴുതുന്നു. ആ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിവിടെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് 2 ഫിക്സഡ് പോയിൻറ്റ് ബൈനറി നമ്പേഴ്സ്, ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. ഇതിൽ ഈ ബൈനറി നമ്പേഴ്സിനെ നമ്മൾ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. സോ അപ്പം സൈൻഡ് നമ്പേഴ്സിൻ്റെ 2 സൈൻഡ് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസുമാണ് കാണേണ്ടത്. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോംപ്ലിമെൻറ്റ് അരിത്തമെറ്റിക് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. കോംപ്ലിമെൻറ്റ് അരിത്തമെറ്റിക് എന്ന് പറയുമ്പോഴത്തേനും നമുക്കിപ്പോൾ സബ്ട്രാക്ഷനാണ് പെർഫോം ചെയ്യേണ്ടി വന്നെങ്കിൽ രണ്ടാമത്തെ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്തിട്ട് ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ആ ഒരു മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നതാണ്. പിന്നെ ഇതോടൊപ്പം തന്നെ വരുന്ന വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നു. 2 n ബിറ്റ് നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ n ബിറ്റ് പ്ലസ് n ബിറ്റ് 2 n ബിറ്റിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ there are chances of carry, അല്ലേ? അതായത് അത് n+1 ബിറ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ആ ലാസ്റ്റിൽ വരുന്ന ആ ഒരു ക്യാരി നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവണം. അതിന് നമ്മൾ ഓവർഫ്ലോ ബിറ്റ് എന്നാണ് പറയുന്നത്. ഈ ക്യാരീനെ നമ്മൾ ഓവർഫ്ലോ ബിറ്റ് എന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഈ ഓവർഫ്ലോവിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കൂടി നമ്മളവിടെ കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, അതായത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോബ്ലം എഴുതേണ്ടത്. ദെൻ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. സോ എക്യുപ്മെൻറ്റ് കോൺഫിഗറേഷൻ.
അതായത് വേറൊന്നുമില്ല, നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ രജിസ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ സർക്യൂട്ട്സ് നമുക്ക് ഇതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത് വേണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്ത് അത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 2 നമ്പേഴ്സാണുള്ളത്. അപ്പോൾ ആ 2 നമ്പേഴ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് നമുക്ക് 2 രജിസ്റ്റേഴ്സ് വേണം. സോ അപ്പോൾ ഞാനിവിടെ ബി രജിസ്റ്റർ എടുക്കുന്നു, ഒരു രജിസ്റ്റർ ബി രജിസ്റ്റർ. ഇത് നമ്മൾ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൈൻ ബിറ്റ് ഇതിന് എക്സ്ട്രാ ഉണ്ടാവും. സോ ആ സൈൻ ബിറ്റ് നമ്മളൊരു സെപ്പറേറ്റ് രജിസ്റ്ററിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പിൽ സ്റ്റോർ ചെയ്യുവാണ്, ബിയുടെ സൈൻ ബിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് സൈനും ഇത് മാഗ്നിറ്റ്യൂഡും കൂടി ചേർന്ന് വരുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എന്ത് വേണം, ആദ്യത്തെ ഒരു നമ്പറിനെ സേവ് ചെയ്യാനായിട്ട് എ രജിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാം. എ രജിസ്റ്ററിൽ ഒരു സൈൻ ബിറ്റ് ഉണ്ട്, അതാണ് AS ബിറ്റ് എന്ന് പറയുന്നത്. സോ അപ്പോൾ 2 രജിസ്റ്റേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു, 2 നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട്. ദെൻ നമുക്ക് ഈ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യുന്നത് നമ്മൾ ALU യൂസ് ചെയ്തിട്ടാണ്. സോ അപ്പം നമുക്കിവിടെ ഒരു ALU നമുക്ക് ആവശ്യമുണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ ആ ഓവർഫ്ലോയിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ടൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വേണം. സോ അതിന് വേണ്ടി ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുക്കുന്നു. സോ അപ്പോൾ ഇതാണ് ഓവർഫ്ലോ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു കൺട്രോൾ ലോജിക്ക് വേണം, കൺട്രോൾ ലോജിക്ക്. ഈ കൺട്രോൾ ലോജിക്കിനകത്ത് നമുക്ക് കൊടുക്കുന്ന സിഗ്നൽ, അതായത് QA എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ A രജിസ്റ്ററിൻ്റെയും B രജിസ്റ്ററിൻ്റെയും കണ്ടൻറ്റിനും തമ്മിൽ ആഡ് ചെയ്യണം. ദെൻ അതുപോലെ തന്നെ QS എന്നാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം. അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ QA QS സിഗ്നൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ അതുപോലെ ഓപ്പറേഷനെ ടെർമിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇൻപുട്ടും കൂടി കൊടുക്കുന്നുണ്ട്. സോ X എന്ന് പറയുന്ന ഇൻപുട്ട് ഓപ്പറേഷൻ ടെർമിനേറ്റഡ് കാണിക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇനിഷ്യൽ കോൺഫിഗറേഷനായിട്ട് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം 2 രജിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു ALU ഉണ്ട്, ഒരു കൺട്രോൾ ലോജിക് ഉണ്ട്, ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്നുണ്ട്. ഇത്രയും ആണ് നമ്മുടെ ഇനിഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഇനിഷ്യൽ കോൺഫിഗറേഷനും ആക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള അൽഗോരിതം ഡിസൈൻ ചെയ്യാന്നുള്ളതാണ്. സോ അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് അൽഗോരിതം. സോ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യാനുള്ള അൽഗോരിതം എഴുതാൻ പറയുമ്പോഴത്തേക്കും നമുക്കിവിടെ പല പല കണ്ടീഷൻസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലേ? കാരണം നമ്മളിവിടെ സൈൻഡ് നമ്പേഴ്സിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷനാണ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മളൊരു അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഇപ്പോൾ A+B അല്ലേ, A+B അഡീഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടും സെയിം നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ തമ്മിൽ ആഡ് ചെയ്തിട്ട് ആ സൈൻ ബിറ്റ് എന്താണോ ആ ആ സൈൻ തന്നെ റിസൾട്ടിലേക്ക് കൊടുക്കും. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈൻസാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അഡീഷന് പകരം സബ്ട്രാക്ഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സബ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം വലിയ നമ്പറിൻ്റെ സൈൻ ഏതാണോ അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ രണ്ടാമത്തെ നമ്പറിൻ്റെ സൈന് ചേഞ്ച് ചെയ്തിട്ട് അതിനെ മറ്റേതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മളൊരു ഫ്ലോ ചാർട്ട് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഫ്ലോ ചാർട്ടിൽ ആദ്യം ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഈ ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് X ആണ്. കൺട്രോൾ ലോജിക്കിൽ X ഇൻപുട്ട്, Xനെ നമ്മൾ ഇനിഷ്യലി 1 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. 1 ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ സിഗ്നൽ സബ്ട്രാക്ഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ സൈൻ ബിറ്റിനെ ചേഞ്ച് ചെയ്യണം, രണ്ടാമത്തെ സൈൻ ബിറ്റിനെ ചേഞ്ച് ചെയ്യണം. അതായത് BS ആണ് നമ്മുടെ രണ്ടാമത്തെ രജിസ്റ്റർ, B ആണ്. അപ്പോൾ അതിൻ്റെ സൈൻ ബിറ്റിനെ കോംപ്ലിമെൻ്റ് ആക്കി മാറ്റിയിട്ട് അഡീഷനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ അഡീഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ വരാം. QA1 ആണ് എങ്കിൽ നേരെ ഇവിടെ വരിക. വന്നതിന് ശേഷം ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 നമ്പേഴ്സിൻ്റെയും സൈന് ഈക്വൽ ആണോ എന്ന് നോക്കണം. സോ അപ്പോൾ അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ASഉം BSഉം തമ്മിൽ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യുമ്പം ഈക്വലാണ്, ഇത് രണ്ടും തമ്മിലുള്ള സൈന് ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് എയും ബിയും തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ അപ്പം
എയും ബിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് എയിലേക്ക് റിസൾട്ടിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ദെൻ അതിൽ ക്യാരി വരുന്നുണ്ടെങ്കിൽ ആ ക്യാരീനെ നേരെ ഈ രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അപ്പം നമ്മുടെ അഡീഷൻ കഴിഞ്ഞു. നേരെ ഇവിടെ ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഓക്കെ, സോ അപ്പോൾ അത് ആ ഒരു പോർഷൻ അവിടെ തീരുവാണ്. ദെൻ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇവിടെ സൈൻ ബിറ്റ് ഈക്വൽ അല്ലാത്ത കേസ്. സൈൻ ബിറ്റ് ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാമത്തെ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് എടുത്തിട്ട് അതിനെ ആദ്യത്തെ നമ്പറുമായിട്ട് ആഡ് ചെയ്യണം. ദെൻ അതാണ് നമുക്കിവിടെ ചെയ്യുക. അപ്പോൾ എ ഗീവ്സ് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് 1. ഇവിടെയും നമ്മൾ എന്നിട്ട് ക്യാരി ഉണ്ട് എങ്കിൽ ആ ക്യാരിയിലുള്ള ഡേറ്റനെ ഈ രജിസ്റ്ററിലേക്ക് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യണം ക്യാരി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ക്യാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാം. ക്യാരി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കിട്ടിയ റിസൾട്ട് അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഇയുടെ വാല്യൂവിനെ 0 ആക്കി മാറ്റിയാൽ മാത്രം മതി. അവിടുത്തെ ഓവർഫ്ലോ ഫ്ലാഗ് നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ട് നേരെ അവിടെ നമ്മുടെ ആ ഒരു ഓപ്പറേഷൻ കഴിയുകയാണ്. നേരെ ഇനിഷ്യൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. ദെൻ അതേസമയം ഇയുടെ വാല്യൂ 0 ആണ് എങ്കിൽ, ഇയുടെ വാല്യൂ 0 എന്ന് പറയുമ്പം ക്യാരി പ്രൊഡ്യൂസ് ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എയുടെ വാല്യൂ ബീനേക്കാളും ചെറുതാണെന്നാണ്. ചെറുതാണ് നമുക്ക് വന്നിരിക്കുന്നതെങ്കിൽ, വാല്യൂ ചെറുത് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എയുടെ 2's കോംപ്ലിമെൻറ്റ്, അതായത് റിസൾട്ടിൻ്റെ 2's കോംപ്ലിമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. സോ അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ 1's കോംപ്ലിമെൻറ്റ് എടുത്തു. 1's കോംപ്ലിമെൻറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ദെൻ സൈൻ ബിറ്റിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. സൈൻ ബിറ്റ് നേരെ ഓപ്പോസിറ്റ് ആക്കി കൊടുത്തിട്ട് നേരെ പ്രീവിയസിലേക്ക് പോകും. ഓക്കെ, സോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അൽഗോരിതം വരുന്നത്. ഈ അൽഗോരിതമൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് സ്പീഡിൽ അങ്ങ് പോയത്. സോ അപ്പോൾ ഇതാണ് ആ ഒരു അൽഗോരിതം വരുന്നത്. ഇനി ഈ അൽഗോരിതത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളിനി അടുത്തതിൻ്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺട്രോൾ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൻ്റെ കൺട്രോൾ സീക്വൻസ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വരച്ച ആ ഒരു ഇനിഷ്യൽ കോൺഫിഗറേഷൻ പോലെ തന്നെയാണ് ഇവിടെ നമുക്ക് രജിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ ബി രജിസ്റ്ററിൻ്റെ സൈൻ ബിറ്റും പിന്നെ ഒരു ബി രജിസ്റ്ററും വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്കിവിടെ വേണ്ടി വന്നത് ബിയുടെ കോംപ്ലിമെൻ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബിയുടെ സൈൻ ബിറ്റിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കാൻ വേണ്ടി നമുക്കൊരു കൺട്രോൾ സിഗ്നൽ വേണം. അത് നമ്മളിവിടെ വൈ എന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ എ രജിസ്റ്റർ നമുക്കിവിടെ വരുന്നുണ്ട്. എ രജിസ്റ്ററിൻ്റെയും സൈൻ ബിറ്റിനെ നമുക്ക് മാറ്റാനായിട്ട് ഒരു സെപ്പറേറ്റ് കൺട്രോൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അത് ഇസഡ് ആയിട്ട് അസ്യൂം ചെയ്തു. ഇനി ഇതിനിടയിൽ നമുക്കിവിടെ ഒരു ALU വരുന്നുണ്ട്. ALU വരുന്നുണ്ട്. ഈ ALUവിനകത്തേക്ക് ബി രജിസ്റ്ററിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു എ രജിസ്റ്റർ ഉണ്ട്. ഈ എ രജിസ്റ്ററിനെയും നമ്മൾ ALUവിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. സോ അത് എ രജിസ്റ്ററിൽ അങ്ങോട്ടേക്കും ഉണ്ട്. റിസൾട്ട് നമ്മൾ എ രജിസ്റ്ററിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇങ്ങോട്ടേക്കും നമുക്ക് കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അതുപോലെ ALUവിലേക്ക് നമ്മൾ ക്യാരി ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ സെലക്ഷൻ സിഗ്നൽസ് S0, S1, S2 ഇങ്ങനെ 3 സെലക്ഷൻ സിഗ്നൽസും വരുന്നുണ്ട്. ഇത് നമ്മൾ ALUവിൻ്റെ ഡിസൈനിൽ പഠിച്ച അതേ കാര്യമാണ്. ദെൻ ഇവിടെ നിന്നുള്ള C-out, ALUവിൽ നിന്നുള്ള C-outനെ നമ്മൾ നേരെ ഈ രജിസ്റ്ററിലേക്കാണ് കൊടുക്കുന്നത്. സോ അപ്പോൾ ഈ രജിസ്റ്റർ ALUവിൻ്റെ C-outുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ രജിസ്റ്ററിലേക്ക് നമുക്ക് ഡേറ്റ ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഒരു കൺട്രോൾ വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് W എന്ന് പറയുന്നത്. ഇനി ഈ രജിസ്റ്ററിലേക്കും നമുക്ക് റിസൾട്ടിനെ ലോഡ് ചെയ്യാനായിട്ട്
ഓക്കെ, ALUവിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ റിസൾട്ടിനെ ലോഡ് ചെയ്യാനായിട്ട് ഒരു ലോഡ് എന്ന് പറയുന്ന ഒരു കൺട്രോൾ സിഗ്നലും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് അതിനകത്ത് നമുക്ക് വരുന്ന ഡേറ്റ പ്രോസസ്സർ രജിസ്റ്റേഴ്സും പിന്നെ അതിൻ്റെ ALU കോൺഫിഗറേഷനും ഒക്കെ ഇത്രയാണ് വരുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ ലോജിക്കാണ് ഇനി അടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ കൺട്രോൾ ലോജിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ലോജിക്കിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്സ് എന്ന് പറയുന്നത് QA എന്ന് പറയുന്നത് അഡീഷന് വേണ്ടിയിട്ടും സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് QS ആണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ അറിയേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ സൈൻ ബിറ്റിൻ്റെ കേസാണ്. സൈൻ ബിറ്റ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ASഉം BSഉം ആണ് ഉള്ളത്. ഇതിന് നമുക്ക് XOR ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ബിറ്റിൻ്റെ സെയിം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഓപ്പറേഷനെ S എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ എടുക്കുകയാണ്. സോ അപ്പോൾ ആ ഒരു ഗേറ്റ് നമ്മളിവിടെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. XOR ചെയ്തിട്ട് ആ XOR ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ ലോജിക്കിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ XORൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ASഉം BSഉം ആണ്. അപ്പോൾ രണ്ട് സൈൻസിനെ തമ്മിൽ XOR ചെയ്തിട്ട് കൊടുക്കുന്നു. ദെൻ നമ്മുടെ ഈ രജിസ്റ്ററിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസും ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് കൺട്രോൾ യൂണിറ്റിലേക്കുള്ള ഇൻപുട്ടായിട്ട് വരുന്നത്. സോ അപ്പോൾ ഈ കൺട്രോൾ ലോജിക്ക് നമുക്ക് ഔട്ട്പുട്ട് തരേണ്ടത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത് X എന്നുള്ള ഒരു ഔട്ട്പുട്ട് വേണം. അതായത് ഇനിഷ്യൽ സ്റ്റേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ടെർമിനേഷനോ കാണിക്കാനായിട്ട് നമുക്കൊരു വരുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് X എന്ന് പറയുന്ന സിഗ്നൽ. ദെൻ മോഡ് സെലക്ട് ചെയ്യണം. നമ്മുടെ ALUവിൻ്റെ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് S2 വരുന്നുണ്ട്. ഓക്കെ, അതായത് അരിത്തമാറ്റിക് മോഡാണോ ലോജിക് മോഡാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, അതിനുള്ള ഇത് കൊടുക്കുന്നു. ദെൻ ഇവിടെ നമുക്ക് S1ഉം S0യുമാണ് നമ്മൾ ഫങ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫങ്ഷൻ സെലക്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനുമാണ് വരുന്നത്. ഇതിൽ ഏതാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ഫങ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് S1ഉം S0യും പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഇവിടെ നിന്നൊരു ക്യാരി ഇൻ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ക്യാരി ഇന്ന് വരുന്നുണ്ട്. ആ ഇൻപുട്ട് ക്യാരി കൂടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ നമ്മൾ ചെയ്യുന്നത്. സോ അതിനുവേണ്ടി ഇൻപുട്ട് ക്യാരി ഉണ്ട്. ദെൻ ഒരു L ഇൻപുട്ടുണ്ട്. L എന്ന് പറയുന്നത് നമ്മൾ ലോഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. A രജിസ്റ്ററിനെയും E രജിസ്റ്ററിനെയും ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിഗ്നലാണ് L എന്ന് പറയുന്നത്. പിന്നെ ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ A രജിസ്റ്ററിൻ്റെയും B രജിസ്റ്ററിൻ്റെയും സൈൻസിനെ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൈന് കോംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ Yയും Zഉം നമ്മൾ യൂസ് ചെയ്തു. Y എന്ന് പറയുന്നത് BSനെ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്, B രജിസ്റ്ററിൻ്റെ സൈൻ ബിറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് Y യൂസ് ചെയ്യുന്നു. ദെൻ Z നമ്മൾ യൂസ് ചെയ്യുന്നത് ടു കോംപ്ലിമെൻറ്റ് A രജിസ്റ്ററിൻ്റെ സൈൻ ബിറ്റ് AS. ഓക്കെ, ഇനി നമുക്കൊരു W എന്ന് പറയുന്ന ഒരു സിഗ്നൽ കൂടി വരുന്നുണ്ട്. ആ W സിഗ്നൽ എന്ന് പറയുന്നത് ഈ രജിസ്റ്ററിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും ഔട്ട്പുട്ട് സിഗ്നൽസാണ് ഈ ഒരു കൺട്രോൾ ലോജിക്ക് നമുക്ക് തരേണ്ടത്. അതിൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് QA, QS, AS, BS തമ്മിലുള്ള XOR ഈ ഇൻപുട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്ലോ ചാർട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിൻ്റെ ALU നമ്മളിതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെ സിഗ്നൽസ് വേണമെന്ന് നോക്കി അതനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കൺട്രോൾ ലോജിക്കിലുള്ള ഔട്ട്പുട്ട് സിഗ്നൽസിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൺട്രോൾ ഔട്ട്പുട്ട്സ് എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളൊരു ട്രൂത്ത് ടേബിളാണ് അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ കൺട്രോൾ ഔട്ട്പുട്ട്സ് നമുക്ക് ഈ കൺട്രോൾ ലോജിക്കിനകത്തുള്ള പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്പുട്ട്സുമാണ് നമ്മളിവിടെ എഴുതുന്നത്. X, S2, S1, S0, Cin, L, Y, Z, W ഇത്രയാണ് നമ്മുടെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. സോ അപ്പം ഫസ്റ്റ്
ഫസ്റ്റ് സ്റ്റേറ്റ് ഞാൻ T0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ T0യിൽ നമ്മൾ ചെയ്യുന്നത് എക്സ് ഇൻപുട്ടിനെ 1 ആയിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എക്സ് മാത്രം 1ഉം ബാക്കിയെല്ലാം 0 ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത രണ്ടാമത്തെ, അതായത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോ ചാർട്ടിലുള്ള ഓരോരോ പ്രോസസ്സിനെയും നമ്മൾ ഓരോ സ്റ്റേറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിൻ്റെ വാല്യൂവിനെ 1 ആക്കി. ഇനി രണ്ടാമത് നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QS 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ Y ഇൻപുട്ടിനെ എനേബിൾ ചെയ്ത് കൊടുക്കണം. Y ഇൻപുട്ട് എനേബിൾ ചെയ്യുമ്പോഴാണ് BS നമ്മുടെ ബിയുടെ സൈൻ ബിറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റേറ്റ് T0യിലേക്കാണ് പോകുന്നതെങ്കിൽ, T0യിൽ നിന്ന് T1ലേക്കാണ് പോകുന്നതെങ്കിൽ T1 എന്ന് പറയുന്നത് നമ്മൾ QS 1 ആയിരിക്കുന്ന സ്റ്റേറ്റ്. സോ അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ BSനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, BS കോംപ്ലിമെൻ്റ് ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Y ആണ്. അപ്പോൾ Yനെ മാത്രം 1 ആക്കിയിട്ട് ബാക്കിയെല്ലാം 0 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് Y ഔട്ട്പുട്ട് ക്രിയേറ്റ് ആവും. ദെൻ T2 എന്ന് പറയുമ്പോഴത്തേനും നമുക്കിവിടെ ഇവിടെ നമ്മൾ ASഉം BSഉം തമ്മിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ അവിടെ ഡയറക്റ്റായിട്ട് തന്നെ XOR ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ലാത്തത് കൊണ്ട് T2ൽ നമ്മൾ നത്തിങ് എന്നുള്ള ഓപ്പറേഷൻ കൊടുക്കുന്നു. നോ ഓപ്പറേഷൻ അല്ലെങ്കിൽ നത്തിങ് എന്ന് കാണിക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേനും എല്ലാ സ്റ്റേറ്റും എന്തായിട്ട് നിൽക്കും, എല്ലാ കൺട്രോൾ ഔട്ട്പുട്ട്സും നമ്മൾ 0 ആയിട്ട് തന്നെ നിർത്തുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടുത്തെ കേസിൽ എല്ലാം 0 ആക്കുക. ഓക്കെ, ദെൻ അടുത്ത സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T3 എടുക്കുന്നു. T3 സ്റ്റേറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് A gives A plus B, E gives C out. ഓക്കെ, സോ അപ്പോൾ A plus B ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് S0 എനേബിൾ ചെയ്യണം, അതുപോലെ ലോഡ് എനേബിൾ ചെയ്യണം. S0 ആണ് നമ്മൾ ആഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ലോഡ് നമുക്ക് റിസൾട്ട് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ബാക്കി എല്ലാത്തിനെയും നമ്മൾ 0 ആക്കി മാറ്റുന്നു. അതാണ് അടുത്തതിൽ വരുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ടേബിളാക്കാം. അതല്ല എങ്കിൽ ഒരു സ്റ്റേറ്റ് ഡയഗ്രാം വരച്ചിട്ട് ആ സ്റ്റേറ്റ് ഡയഗ്രാമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് എഴുതാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ T3യുടെ കേസ് അടുത്ത സ്റ്റേറ്റ് വന്നു T3. അടുത്ത T4 ആണ് അടുത്ത സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ടിലുള്ള ഓരോ കാര്യങ്ങളെയും നമ്മൾ ഓരോ സ്റ്റേറ്റായിട്ട് അസ്യൂം ചെയ്ത് എടുത്തിരിക്കുകയാണ്. സോ അപ്പോൾ ഇവിടെ A gives A plus B complement plus 1, E gives C out. സോ അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ സബ്ട്രാക്ഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ S1 ആണ് നമ്മൾ 1 ആക്കേണ്ടത്. S1നെ 1 ആക്കണം. ക്യാരി ഇന്ന് 1 ആക്കി കൊടുക്കണം. ക്യാരിയും കൂടെ ചേർത്താണ് നമ്മൾ എടുക്കുന്നത്. ദെൻ ലോഡ് ഇൻപുട്ടിനെയും 1 ആക്കണം. ബാക്കിയെല്ലാം തന്നെ 0 ആക്കുക. അതാണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് കൺട്രോൾ വേർഡ്. ഓക്കെ, ദെൻ അടുത്തത് വരേണ്ടത് ഇയിൽ നമ്മൾ 0 ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ T5ൽ E gives 0. സോ അവിടെ ഇനെ ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് W ആണ് നമ്മൾ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. സോ Wനെ 1 ആക്കിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ 0 ആക്കി കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ് T6 എന്ന് പറയുന്നത് എയുടെ കോംപ്ലിമെൻ്റ് എടുക്കേണ്ട കേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് T6 എടുത്തു. T6ൽ A gives A കോംപ്ലിമെൻറ്റ്. അപ്പോൾ A കോംപ്ലിമെൻറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് S2 S1 S0. അപ്പോൾ നമുക്കിവിടെ ഇതൊരു ലോജിക് ഓപ്പറേഷനാണ്. ലോജിക് ഓപ്പറേഷൻ വരണമെങ്കിൽ S2 S1 S0 1 ആവണം. ദെൻ അതുപോലെ ലോഡും 1 ആവണം. ബാക്കിയെല്ലാം 0 ആക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് കോംപ്ലിമെൻ്റ് ഓപ്പറേഷനിൽ വരുന്നത്. ദെൻ അതുപോലെ അടുത്ത സ്റ്റേറ്റ് T7 എന്ന് പറയുന്നത് A gives A plus 1, പിന്നെ AS gives AS bar.
ഇത് രണ്ടുമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ 1 ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ക്യാരി 1 ആക്കി കൊടുക്കുന്നു, ക്യാരീനെ 1 ആക്കുന്നു. പിന്നെ ലോഡിനെ 1 ആക്കണം, ലോഡ് 1 ആക്കിയിട്ട് ഇസഡ് 1 ആക്കണം. ഇസഡ് നമുക്ക് സൈൻ ബിറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇസഡിനെ 1 ആക്കണം. ബാക്കി നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സ്റ്റേറ്റ്സ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി ഫ്ലോ ചാർട്ട് വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കാം. സ്റ്റേറ്റ് ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇത് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് T0 ആണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ T0യിൽ നിൽക്കുന്ന സമയത്ത് QAയും QSും 0 ആണ് എങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നു. QA 0 ആണ്, QS 0 ആണ്. അതായത് നമുക്ക് അഡീഷനോ സബ്ട്രാക്ഷനോ ഒന്നും പെർഫോം ചെയ്യാൻ ആരും പറഞ്ഞില്ല. പറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് തുടങ്ങുള്ളൂ. അപ്പോൾ ഇത് T0യിൽ നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ വന്നു എന്ന് വിചാരിക്കാം. വന്നു കഴിഞ്ഞാൽ QS 1 ആണോ നോക്കുന്നു. QS 1 ആണ് എങ്കിൽ T1 സ്റ്റേറ്റിലേക്കാണ് പോവേണ്ടത്. ഓക്കെ, ദെൻ T1 സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, അതിൻ്റെ ബിയുടെ സൈൻ ബിറ്റിനെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്. ദെൻ കോംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം ഈ T1ൽ നിന്ന് T2ലേക്ക് പോകുന്നു, അതേപോലെ തന്നെ QA 1 ആണെങ്കിൽ നേരെ T2ലേക്ക് വരുന്നു. ഓക്കെ, ദെൻ T2ൽ വന്നതിന് ശേഷം എസ് 0 ആണോ 1 ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. എസ് 0 ആണെങ്കിൽ T3ലേക്ക് പോകാൻ പറഞ്ഞു. എസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ T3ലേക്ക് പോവുക. T3യിൽ വന്നിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനി എസിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ T2ൽ നിന്നുകൊണ്ട് നേരെ നമ്മൾ T4ലേക്കാണ് പോകേണ്ടത്. T4ൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ T4ലേക്ക് വന്നു. T4ൽ വന്നിട്ട് T4ൽ നിന്ന് അത് T5ലേക്കാണ് അടുത്ത് പോകേണ്ടത്. T5ൽ നിന്നുകൊണ്ട് ഇയുടെ വാല്യൂ 1 ആണ് എങ്കിൽ നേരെ T0യിലേക്ക് പോകണം. ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ T0യിലേക്ക് പോകണം. ദെൻ T5ൽ നിന്നിട്ട് ഇയുടെ വാല്യൂ 0 ആണ് എങ്കിൽ അടുത്ത സ്റ്റേറ്റ് T6ലേക്ക് പോകുന്നു. T6ൽ നിന്നുകൊണ്ട് T7ലേക്ക് പോകുന്നു. T7ൽ നിന്ന് നേരെ T0യിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഓപ്പറേഷൻസിനെയും ഓരോ സ്റ്റേറ്റായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അത് നമ്മൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം വരച്ച് എടുക്കുന്നു. ഓക്കെ, ഇത് ഇങ്ങനെയാണ് നമ്മളൊരു ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റ് ഡിസൈൻ ചെയ്യുന്നത്.